തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം 30% ഉൽപ്പാദന മേഖലയ്ക്ക് വേണ്ടിയാണ് നീക്കിവെക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കോടിക്കണക്കിന് രൂപയാണ് ഉൽപ്പാദന മേഖലയിൽ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറ്റിവെച്ചത്. ഈ ഫണ്ട് വിനിയോഗിച്ച് കാർഷിക രംഗത്ത് എന്തെങ്കിലും പുരോഗതി കൈവരിക്കാൻ സാധ്യമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് സർക്കാർ വല്ല പഠനവും നടത്തിയിട്ടുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് അനുയോജ്യമായ പദ്ധതികൾക്ക് രൂപം നൽകാൻ കൃഷി വകുപ്പ് മുൻകൈയെടുക്കുമോ എന്നാണ് സെക്രട്ടറി ചോദിച്ചത്. സർ, വളരെ പ്രസക്തമായൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ 30 മുതൽ 40% വരെ പ്രാഥമിക മേഖലയ്ക്ക് വേണ്ടി നീക്കിവെക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടിയൊരു പരിശോധനയിലേക്കും മറ്റും എത്തി. ഈ നീക്കിവെച്ചതിൻ്റെയും ഇടപെടലിൻ്റെയും ഭാഗമായി പുരോഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും, പുരോഗതി ഉണ്ട്. ആ പുരോഗതി ഇനിയും നമുക്ക് മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിൽ ഉൾപ്പെടെ വർധനവുണ്ടാകുന്ന തരത്തിലേക്ക് എത്തിയത്. അങ്ങ് രണ്ടാമത്തെ ഭാഗത്തിലൂടെ ചോദിച്ചല്ലോ, നമുക്ക് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുമെന്നുള്ളൂ. ഞങ്ങളെല്ലാ മേഖലാ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിട്ട് ഇത്തരം പദ്ധതികൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ തയ്യാറാക്കുന്നതിന് കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് ബാങ്കും ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ പ്രോജക്റ്റ് ബാങ്കിലേക്ക് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും പദ്ധതികൾ എന്തെല്ലാം ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നു. അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ അതിൻ്റെ അവലോകനം നടത്തുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റ് ബാങ്കുകൾ വരുന്നു. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും അവർക്ക് ആവശ്യമായിട്ടുള്ളവ എടുത്ത് അത് അവിടെ പ്രയോഗിക്കാവുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ കൃഷി വകുപ്പിൻ്റെ കൂടി ഭാഗത്തുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടൊരു ഏറ്റവും ഒരു നാടിന് അനിവാര്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രാദേശികമായ വിഭവങ്ങൾ അതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നെല്ലാം കണക്കുകൂട്ടി നോക്കിയിട്ട് അങ്ങനെ ചെയ്യാനാണ്. സർ, കൃഷിയുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടക്കേണ്ടത് പ്ലാനിംഗ് ബോർഡിലോ സെക്രട്ടേറിയറ്റിലോ കൃഷി വകുപ്പിൻ്റെ ഡയറക്ടറേറ്റിലോ മാത്രമായിട്ടല്ല. കൃഷിയുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടക്കേണ്ടത് കൃഷിയിടവുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കണം. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവിടുത്തെ മണ്ണ്, അവിടുത്തെ കൃഷി, അവിടുത്തെ കർഷകർ, അവരെ കൃത്യമായ എന്നവണ്ണം ഈ ആസൂത്രണ പ്രക്രിയയിൽ പങ്കാളിയായിക്കൊണ്ട് ആ നാടിന് അനുയോജ്യമാവുന്ന കൃഷി, മെച്ചപ്പെട്ട കൃഷി എന്തെന്ന് കണക്കാക്കി അത് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ വിളയെ അടിസ്ഥാനപ്പെടുത്തുന്ന കൃഷിയിൽ നിന്നും മാറി നമ്മൾ സാധാരണ തെങ്ങിനൊരു പദ്ധതി, വാഴയ്ക്കൊരു പദ്ധതി, കപ്പയ്ക്കൊരു പദ്ധതി എന്നെല്ലാമായിരുന്നു. അത് ഞങ്ങൾ മാറിയിട്ട് വിളയിടത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പദ്ധതികളിലേക്ക് ഞങ്ങൾ നീങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയും വന്നിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മതിയായ പ്രോജക്റ്റ് തയ്യാറാക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഒരുങ്ങിയിട്ടുണ്ട്. അത് വ്യാപകമായി നടപ്പിലാക്കും.